ബാംഗ്ലൂർ നഗരത്തിലെ തിരക്കേറിയ ഒരു പ്രമുഖ ജിമ്മിന്റെ വലിയ ഗ്ലാസ് ഡോർ തള്ളി തുറന്ന് അവൻ പുറത്തേക്ക് നടക്കുമ്പോൾ ചുറ്റുമുള്ള പലരുടെയും കണ്ണുകൾ അവനിലേക്ക് നീണ്ടു. 6 അടി 2 ഇഞ്ച് ഉയരം, ബ്രോഡായ തോളുകൾ, കഠിനമായ വർക്കൗട്ടിലൂടെ കൊത്തിയെടുത്തതുപോലെയുള്ള പെർഫെക്റ്റ് സിക്സ് പാക്ക് ബോഡി. അർജുൻ, പേര് പോലെ തന്നെ ഒരു യോദ്ധാവിൻ്റെ ലുക്ക്. കണ്ടാൽ ഏതൊരു മോഡലിനെയും വെല്ലുന്ന സൗന്ദര്യം. ക്ലീൻ ഷേവ് ചെയ്ത താടിയും സ്റ്റൈലിഷായി വെട്ടിയൊതുക്കിയ മുടിയും തവിട്ട് നിറത്തിലുള്ള കണ്ണുകളും ചേരുമ്പോൾ ആരെയും ആകർഷിക്കുന്ന ഒരു കാന്തിക വലയം അവന് ചുറ്റുമുണ്ടായിരുന്നു. കറുത്തൊരു സ്ലീവ്ലെസ് ബനിയനും ജിം ട്രക്ക് പാൻറ്റും ധരിച്ച് തോളിലൊരു സ്പോർട്സ് ബാഗും തൂക്കി അവൻ നടന്നു വരുമ്പോൾ ജിമ്മിലെ ട്രെയിനർമാർ പോലും ബഹുമാനത്തോടെ മാറി നിന്നു. ജിമ്മിന് പുറത്തു നിന്ന കോളേജ് പെൺകുട്ടികളുടെ ഒരു വലിയ ഗ്രൂപ്പ് അവനെ നോക്കി പരസ്പരം നുള്ളിച്ചിരിക്കുന്നുണ്ടായിരുന്നു. അവരിലൊരുത്തി ധൈര്യം സംഭരിച്ച് കൂട്ടുകാരികളുടെ പ്രോത്സാഹനത്തോടെ അർജുൻ്റെ അടുത്തേക്ക് നടന്നു. എക്സ്ക്യൂസ് മീ അർജുൻ, ഒരു സെൽഫി പ്ലീസ്. അർജുൻ നടപ്പ് നിർത്തി അവളുടെ മുഖത്തേക്ക് നോക്കി. അവൻ്റെ ആ കടുപ്പമുള്ള നോട്ടത്തിൽ അവളൊന്ന് പതറിയെങ്കിലും അവൻ ചുണ്ടിലൊരു ചെറിയ ചിരി വരുത്തി അവളുടെ ഫോൺ വാങ്ങി ഒരു സെൽഫി എടുത്തു കൊടുത്തു. താങ്ക്സ് എന്ന് പറഞ്ഞ് അവൾ തുള്ളിച്ചാടി കൂട്ടുകാരികളുടെ അടുത്തേക്ക് ഓടിപ്പോകുന്നു നോക്കി അവൻ തൻ്റെ കസ്റ്റമൈസ്ഡ് ബുള്ളറ്റിലേക്ക് കയറി. ബാംഗ്ലൂരിലെ പെൺകുട്ടികൾക്ക് അവൻ വെറും ഒരു ക്രഷായിരുന്നില്ല, മറിച്ച് എല്ലാവരും ഒന്ന് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന സ്വപ്നതുല്യനായ കാമുകനായിരുന്നു. എന്നാൽ ഈ ബാഹ്യ സൗന്ദര്യത്തിനും ബോഡി ബിൽഡിംഗ് ലുക്കിനും പിന്നിൽ മറ്റൊരു ഇരുണ്ട മുഖം കൂടി ഉണ്ടായിരുന്നു. അർജുൻ വെറും ഒരു ബോഡി ബിൽഡറോ മോഡലോ ആയിരുന്നില്ല. അവൻ ബാംഗ്ലൂർ അണ്ടർവേൾഡും ബിസിനസ് ലോകവും ഒരുപോലെ ഭയപ്പെടുത്തുന്ന, അതേസമയം ബഹുമാനിക്കുന്ന ഒരു ലയനായിരുന്നു. അതെ, ബാംഗ്ലൂർ അധോലോകം അവനെ സിംഹം എന്നാണ് വിളിച്ചിരുന്നത്. എന്നാൽ വഴിപ്പോക്കരെ തല്ലുന്നതോ പാവങ്ങളെ ഭീഷണിപ്പെടുത്തുന്നതോ ആയ സാധാരണ കൊട്ടേഷൻ കൊണ്ടേയല്ലവൻ. വലിയ വലിയ കോർപ്പറേറ്റ് ബിസിനസ്സുകൾ ഡീല് നിയന്ത്രിക്കുന്ന, ലാൻഡ് മാഫിയകളെ ഒതുക്കുന്ന, ബാംഗ്ലൂരിലെ വമ്പൻ രാഷ്ട്രീയക്കാർക്കും വ്യവസായികൾക്ക് പോലും പേടിയുള്ള ഒരു കിങ് മേക്കർ. ഫ്രോഡ് കളികളോ പിന്നിൽ നിന്നുള്ള ചതിയോ അവനില്ല. നേർക്കുനേർ നിൽക്കുന്ന ആൺകരുത്ത്, അതായിരുന്നു അർജുൻ. അവന്റെ ശരിക്കുമുള്ള നാട് കണ്ണൂരായിരുന്നു. കണ്ണൂരിലെ ചോരത്തുളപ്പുള്ള മണ്ണിൽ നിന്ന് വന്ന് സ്വന്തം ചോരയും നീരുമൊഴുക്കി ബാംഗ്ലൂർ കീഴടക്കിയവൻ. ഇവിടെ അവൻ ഒട്ടനവധി പെൺകുട്ടികളുമായി പലപ്പോഴായി ബന്ധങ്ങളുണ്ടായിരുന്നു. പണത്തിനും അവന്റെ ശരീരഭംഗിക്കും പിന്നാലെ വന്ന ആ പെൺകുട്ടികളിൽ ഒന്നും അവൻ ഒരിക്കലും സീരിയസ് ആയിരുന്നില്ല. എന്നാൽ അവന്റെ കൂടെ എപ്പോഴുമുള്ള, അവന്റെ നിഴൽ പോലെ നിൽക്കുന്ന ഒരു സ്ഥിരം കാമുകിയുണ്ടായിരുന്നു, തന്യ. തന്യ ഒരു ഒന്നൊന്നര ഫ്രീക്കത്തിയായിരുന്നു. ബാംഗ്ലൂരിലെ അൾട്രാ മോഡൽ കൾച്ചറിൽ ജീവിക്കുന്നവൾ. ബോബ് ചെയ്ത ഷോർട്ട് ഹെയറും കഴുത്തിലും കൈകളിലും പടർന്നു കിടക്കുന്ന സ്റ്റൈലിഷ് ടാറ്റുകളും ലേറ്റസ്റ്റ് ഫാഷൻ വസ്ത്രങ്ങളും ധരിക്കുന്ന പെൺകുട്ടി. അർജുന്റെ അതേ സ്വഭാവം. ഒന്നിനെയും അവൾക്ക് ഭയമില്ല. രാത്രികളിലെ പമ്പ് പാർട്ടികളും ബൈക്ക് റൈസിംഗ് ഒക്കെയായി ജീവിക്കുന്ന തന്നയ്ക്ക് അർജുന്റെ ഈ റഫ് ആൻഡ് ടഫ് ലൈഫ് ഭയങ്കര ക്രൈസായിരുന്നു. അവൾക്ക് അവനെ ജീവനായിരുന്നു. അന്ന് വൈകുന്നേരം ജിം കഴിഞ്ഞ് അർജുൻ തൻ്റെ ആഡംബര അപ്പാർട്ട്മെന്റിലേക്ക് എത്തിയതേയുള്ളൂ. അവൻ ഫ്രഷായി ഹാളിലേക്ക് വരുമ്പോഴേക്കും
തന്നെ അവിടെ ഉണ്ടായിരുന്നു. അവളൊരു ചെറിയ ഷോർട്ട്സും ലൂസ് ടീഷർട്ടുമാണ് ധരിച്ചിരുന്നത്. സോഫയിലിരുന്ന് സിഗരറ്റ് വലിക്കുകയായിരുന്നു അവൾ. അർജുനെ കണ്ടതും എഴുന്നേറ്റ് ഓടി വന്ന് അവന്റെ കഴുത്തിലൂടെ കൈകളിട്ട് അവനെ കെട്ടിപ്പിടിച്ചു. എന്താടാ ലേറ്റായേ? ഞാൻ നിന്നെയും കാത്തിരിക്കുകയായിരുന്നു ഇവിടെ. അവൾ അവന്റെ ചുണ്ടുകളിൽ പതുക്കെ ചുംബിച്ചുകൊണ്ട് ചോദിച്ചു. അർജുൻ അവളുടെ ഇടുപ്പിലൂടെ കൈകൾ ചേർത്ത് അവളെ തന്നിലേക്ക് വലിച്ചു മുറുക്കി. അവന്റെ ആൺകരുത്തുള്ള ശരീരത്തിലേക്ക് അവൾ ഒതുങ്ങി നിന്നു. ജിമ്മിൽ കുറച്ച് വർക്കുണ്ടായിരുന്നു തന്നെയാ. അവൻ അവളുടെ കഴുത്തിൽ മുഖമമർത്തിക്കൊണ്ട് പറഞ്ഞു. തന്നെയാ അവനെ സോഫയിലേക്ക് വലിച്ചിരുത്തി. അവൾ അവന്റെ മടിയിലേക്ക് കയറിയിരുന്ന് അവന്റെ ബ്രോഡായ തോളുകളിലും നെഞ്ചിലും വിരലുകൾ ഓടിക്കാൻ തുടങ്ങി. അർജുന്റെ സിക്സ് പാക്ക് ശരീരത്തിന്റെ ചൂട് അവളിലേക്ക് പടരുകയായിരുന്നു. അവൾ അവന്റെ കണ്ണുകളിലേക്ക് നോക്കി പതുക്കെ പറഞ്ഞു. എനിക്ക് നിന്റെ ഈ റഫ് ലുക്ക് ഉണ്ടല്ലോ, അത് കാണുമ്പോൾ എനിക്ക് ഭ്രാന്ത് പിടിക്കും അർജു. നീ എന്റെ മാത്രമാണ്. അവൾ അവന്റെ ചുണ്ടുകളിലേക്ക് വീണ്ടും ആഴ്ന്നിറങ്ങി. വന്യമായൊരു ചുംബനമായിരുന്നു അത്. അർജുൻ അവളുടെ ഇടുപ്പിൽ പിടിച്ച് ബെഡ്റൂമിലേക്ക് നടന്നു. അന്ന് രാത്രിയും അവർക്കിടയിൽ പ്രണയത്തിന്റെ കനൽ കത്തുകയായിരുന്നു. തന്യ അർജുനെ പൂർണ്ണമായും സ്നേഹിച്ചിരുന്നു. പക്ഷേ ആ സ്നേഹത്തിൽ ഒരല്പം അഹങ്കാരവും ഉടമസ്ഥ മനോഭാവവും ഉണ്ടായിരുന്നു. അർജുനെ മറ്റാർക്കും വിട്ടുകൊടുക്കില്ലെന്ന വാശി അവളിൽ എപ്പോഴും ഉണ്ടായിരുന്നു. അടുത്ത ദിവസം രാത്രി ബാംഗ്ലൂരിലെ ഒരു പ്രമുഖ ലക്ഷറി പമ്പിന്റെ VIP ലോഞ്ചിൽ അർജുനും അവന്റെ വിശ്വസ്തരായ കൂട്ടുകാരും ഒത്തുകൂടിയിരുന്നു. വിക്രം, സഞ്ജയ്, റിയാസ് ഇവർ 3 പേരുമായിരുന്നു അർജുന്റെ വലതുകൈകൾ. അർജുൻ വളർന്നു വലുതായപ്പോൾ കൂടെ നിന്നവർ. തന്നെയും അവരുടെ കൂടെ ഉണ്ടായിരുന്നു. മേശപ്പുറത്ത് വില കൂടിയ മദ്യക്കുപ്പികളും വശീകരിക്കുന്ന സംഗീതവും നിറഞ്ഞു നിന്നിരുന്നു. വിക്രം ഗ്ലാസ്സിലേക്ക് മദ്യം പകരുന്നതിനിടയിൽ അർജുനെ നോക്കി ചിരിച്ചു. ഡാ അർജു, നമ്മൾ ആ ഹൈബാളിലെ ലാൻഡിയിലൊക്കെ സെറ്റിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അവിടുത്തെ ലോക്കൽ ഗുണ്ടകൾ നിന്റെ പേര് കേട്ടപ്പോഴേക്കും ആ ഏരിയ വിട്ട് ഓടി. ഇപ്പോൾ ബാംഗ്ലൂരിൽ നിന്റെ കൊടി തന്നെയാണ് പാറുന്നത്. സഞ്ജയ് അതിനോട് കൂട്ടിച്ചേർത്തു. പിന്നല്ലാതെ നമ്മുടെ ബായ് ആരാ മോൻ? പക്ഷേടാ ബായ്, ബിസിനസ് ഒക്കെ കൊള്ളാം. നിന്റെ ഈ ഗ്ലാമർ കണ്ട് ഞങ്ങൾക്ക് അസൂയ തോന്നുന്നു. ജിമ്മിലൊക്കെ പോയി നീ ഇങ്ങനെ ബോഡി മെയിൻറ്റെയിൻ ചെയ്താലേ ബാംഗ്ലൂരിലെ പെണ്ണുങ്ങൾ ഞങ്ങളെ ആരെങ്കിലും നോക്കൂടാ. എല്ലാവരും ഉറക്കെ ചിരിച്ചു. തന്യ അർജുന്റെ തോളിലേക്ക് ചാടിയിരുന്ന് ഗ്ലാസ്സിൽ നിന്നും ഒരു സിപ്പെടുത്തു. അതിന് അർജുന്റെ അടുത്തേക്ക് വരാൻ ഞാൻ ആരെയും സമ്മതിക്കില്ലല്ലോ. അവൻ എന്റേത് മാത്രമാണ് അല്ലേടാ? അവൾ അവന്റെ കവളിൽ പതുക്കെ നുള്ളി. അർജുൻ ചുണ്ടിലൊരു ചെറിയ ചിരി വരുത്തി ഗ്ലാസ്സിലെ മദ്യം ഒരൊറ്റ വലിക്ക് കുടിച്ചിറക്കി. സൗഹൃദവും പണവും പവറും എല്ലാം അവന്റെ കാൽക്കീഴിലുണ്ടായിരുന്നു. ഒരു രാജാവിനെ പോലെയാണ് അവൻ ബാംഗ്ലൂർ നഗരത്തിൽ ജീവിച്ചിരുന്നത്. നാളെക്കുറിച്ച് അവന് യാതൊരു ആകുലതകളും ഇല്ലായിരുന്നു. എന്നാൽ ഈ ആഘോഷങ്ങൾക്കിടയിലും അർജുന്റെ മനസ്സിൽ ഒരു വലിയ ഭാരം ഉണ്ടായിരുന്നു. അവനിപ്പോൾ 25 വയസ്സ് കഴിഞ്ഞിരിക്കുന്നു. നാട്ടിൽ കണ്ണൂരിലെ അവന്റെ വീട്ടിൽ വലിയ പ്രശ്നങ്ങളാണ് നടക്കുന്നത്. അവൻ ഈ അടിപിടിയും ഗുണ്ടാപ്പണിയുമായി നടക്കുന്നത് വീട്ടുകാർക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു. അതിലുപരി കല്യാണപ്രായം കഴിഞ്ഞു എന്ന് പറഞ്ഞ് അമ്മയും കുടുംബക്കാരും
ദിവസവും ഫോൺ വിളിച്ച് ഭയങ്കര പ്രഷറാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. പബ്ബിലെ പാർട്ടി കഴിഞ്ഞ് അർജുൻ അപ്പാർട്ട്മെന്റിൽ തിരിച്ചെത്തി. തന്യ അവളുടെ റൂമിലേക്ക് പോയിരുന്നു. അർജുൻ ഹാളിലെ സോഫയിലിരുന്ന് വീണ്ടും ഒരു പെഗ് കൂടി ഒഴിച്ചു. അപ്പോഴാണ് അവന്റെ ഫോൺ ബെല്ലടിച്ചത്. ഡിസ്പ്ലേയിൽ അമ്മ എന്ന് തെളിഞ്ഞു വന്നു. അവനൊരു ദീർഘശ്വാസം എടുത്ത് ഫോൺ എടുത്തു. ഡാ അർജു, നീ ആ ബാംഗ്ലൂരിൽ അടിപിടിയും പെണ്ണുപിടിയും നിർത്തി നാട്ടിലേക്ക് വരുന്നുണ്ടോ? നിനക്ക് ഞങ്ങൾ ഇവിടെ ഒരു പെണ്ണിനെ കണ്ടുവച്ചിട്ടുണ്ട്. നല്ല കുടുംബത്തിലെ കുട്ടിയാണ്. അമ്മയുടെ ശബ്ദത്തിൽ ദേഷ്യവും അതേസമയം സങ്കടവും ഉണ്ടായിരുന്നു. അമ്മേ, ഞാൻ പലവട്ടം പറഞ്ഞതല്ലേ എനിക്കിപ്പോ കല്യാണം വേണ്ടാന്ന്. എനിക്ക് എൻ്റെ രീതി ജീവിക്കണം. എന്നെങ്ങനെ നിർബന്ധിക്കരുത്. ഞാൻ അവിടെ വന്നാൽ ശരിയാവില്ല. അർജുൻ മടുപ്പോടെ അല്പം ദേഷ്യത്തോടെ പറഞ്ഞു. അത് പറഞ്ഞ പറ്റില്ല അർജു. നീ ഇങ്ങനെ വർഷങ്ങൾ തള്ളി നീക്കിപ്പോയാൽ പറ്റില്ല. ഇവിടെ നാട്ടിൽ ആളുകളെ കൊണ്ട് പറയിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഒന്നെങ്കിൽ നീ അടുത്ത ആഴ്ച നാട്ടിൽ വന്ന് ഞാൻ പറയുന്ന പെൺകുട്ടിയെ കെട്ടണം. ഇല്ലെങ്കിൽ നിന്റെ അമ്മ ഇനി നീ ജീവനോടെ കാണില്ല. ഞാനങ്ങ് ചത്ത് കളയും. നിന്റെ ഗുണ്ടായിസം എന്റെ ശവത്തിന് മുന്നിൽ വന്ന് കാണിച്ചാ മതി. അമ്മ ഫോൺ കട്ട് ചെയ്തു. അർജുൻ കയ്യിലെ ഗ്ലാസുമായി സ്തംഭിതനായിരുന്നുപോയി. അമ്മയുടെ ഭീഷണി വെറുതെയല്ലെന്ന് അവൻ അറിയാമായിരുന്നു. അമ്മ വിചാരിച്ചാൽ അത് ചെയ്യും. പുറത്ത് എത്ര വലിയ ഗുണ്ടയാണെങ്കിലും ബാംഗ്ലൂർ നഗരത്തെ വിറപ്പിക്കുന്നവനാണെങ്കിലും സ്വന്തം അമ്മയുടെ കണ്ണീരിനും ഭീഷണിക്കും മുന്നിൽ അവൻ പൂർണ്ണമായും തോറ്റുപോയി. അവൻ്റെ ഉള്ളിലെ ചോരത്തിളപ്പ് പതുക്കെ അടങ്ങി. അവൻ ജനലിലൂടെ പുറത്തെ ബാംഗ്ലൂർ നഗരത്തിന്റെ വെളിച്ചത്തിലേക്ക് നോക്കി. തൻ്റെ സ്വാതന്ത്ര്യവും തൻ്റെ തന്നിയും തൻ്റെ ഈ ലൈഫും എല്ലാം അവസാനിക്കാൻ പോവുകയാണോ എന്നവൻ ഭയന്നു. ഒടുവിൽ കുടുംബക്കാരുടെയും അമ്മയുടെയും കടുത്ത നിർബന്ധത്തിന് വഴങ്ങി അവൻ ആ കല്യാണത്തിന് സമ്മതിക്കാൻ നിർബന്ധിതനായി. അമ്മ പറഞ്ഞ ആ പെൺകുട്ടിയുടെ പേര് സ്നേഹ എന്നായിരുന്നു. അപ്പോ നമ്മൾ അങ്ങനെ പുതിയ സ്റ്റോറി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇന്ന് ഫസ്റ്റ് പാർട്ടാണിത്. നിങ്ങൾക്ക് ഫസ്റ്റ് പാർട്ട് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് അറിയിക്കണം. അപ്പോൾ എൻ്റെ കഴിഞ്ഞ സ്റ്റോറിക്ക് തന്ന അതേ സപ്പോർട്ട് ഈ സ്റ്റോറിക്ക് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതുപോലുള്ള സ്റ്റോറീസ് ഇനിയും നിങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.